SFI നേതാവ് ധീരജ് വധക്കേസിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പുനരന്വേഷണം ആവശ്യപ്പെടുമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. നിഖിൽ പൈലി ഉൾപ്പെടെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നവർ നിരപരാധികളാണ്. ഇക്കാര്യം കോൺഗ്രസിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് നിഖിൽ പൈലിയെ DCCയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതെന്നും CP മാത്യു പറഞ്ഞു. നിരപരാധികളായ ആളുകളാണ് നിഖിൽ പൈലി അടക്കമുള്ള ആളുകൾ എന്നാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്കറിയുവാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ആ നിരപരാധികളെ കേസിൽ ഉൾക്കൊള്ളിക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ ഈ കേസിൽ ധീരജിൻ്റെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിൻ്റെ ദൗർഭാഗ്യകരമായ മരണവുമായി സംബന്ധിച്ചുള്ള അന്വേഷണം അത് പുനരന്വേഷണം നടത്തണം എന്നാണ് ആഭ്യന്തര വകുപ്പിനോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. രാഹുൽ വിജയനോട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഒട്ടും ആശ്ചര്യം തോന്നിപ്പിക്കാത്ത വിധത്തിലുള്ള പ്രതികരണമാണ് DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അവർ മുൻപ് ഒളിഞ്ഞും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെല്ലാം നിരപരാധികളാണ് എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ പരസ്യമായിട്ടൊരു പ്രതികരണത്തിലേക്കൊന്നും അവർ പോയിരുന്നില്ല. നേരത്തെ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരൻ ഇരുന്നു വാങ്ങിയ മരണമെന്നായിരുന്നു ധീരജിന്റെ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് വിശേഷിപ്പിച്ച്. മാത്രമല്ല ഈ പ്രതികളെയൊക്കെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ UDF അധികാരത്തിൽ വന്നതിന്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയെ DCC അംഗമാക്കിക്കൊണ്ട് CP മാത്യു നാമനിർദ്ദേശം ചെയ്തിരുന്നു. ആ കത്ത് ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതികളെല്ലാവരും നിരപരാധികളാണ്, അതുകൊണ്ട് തന്നെയാണ് അവരെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് 2021 നടന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെടും. അതിനുള്ള സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നും DCC പ്രസിഡന്റ് CP മാത്യു പറയുകയും ചെയ്യുന്നു. ഉമേഷ്, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.